ഞാൻ ലിബില്ലി. അപ്പം ഞാനിപ്പോൾ ഒരു പോസ്റ്റർ പോലെ കണ്ടാണ്, അത് ഫേസ്ബുക്ക് നോക്കണ വഴി ഒരു പോസ്റ്റർ പോലെ കണ്ടാണ് കാന്താര 2ൻ്റെ ഇപ്പോൾ ഷൂട്ടിങ് നടക്കാണല്ലോ. അപ്പം 3 മരണം ഇപ്പോൾ കാന്താര 2 അഭിനയിച്ചവരും അതുമായിട്ട് ബന്ധപ്പെട്ടവരായിട്ട് 3ാമത്തെ മരണം ഇപ്പം എന്താ പറയണേ, ഇപ്പം 3 മരണമായിരുന്നു. അതായത് ഇപ്പോൾ മരിച്ചതെന്താ കണ്ട് മലയാളിയാണോ എന്ന് അറിഞ്ഞൂടാ. അതായത് മാളികപ്പുറത്തിൽ അഭിനയിച്ച പുള്ളിയാണെന്നാണ് ഇതിൽ എഴുതിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്തായാലും ഇത് എന്താണ് സംഭവം? അതായത് ഇനിയിപ്പം ഈ പടം തീരുമ്പോൾ ഈ പടത്തിൽ അഭിനയിച്ച ആരെങ്കിലും ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ് ഈ പോക്കാണെങ്കിൽ. ഇത് ഇനി വല്ല, അതായത് ഈ മരണമൊക്കെ വല്ല ഒത്തുകളിയോ കാര്യങ്ങളാണോ അതോ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണെന്ന് അതൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ഇനി എവിടെ വരെ പോകുന്നൊക്കെ ആർക്കറിയാം. എന്തായാലും കാന്താര 1 ഞാൻ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. കാരണം ഞാനത് മുഴുവനായിട്ടിരുന്ന് കണ്ടല്ല. എനിക്കെന്തോ ബോറടിച്ചു. ഈ കാന്താരത്തിൽ ഈ തെയ്യോ അങ്ങനത്തെ എന്താണ്ട് സംഭവമല്ലേ, അതൊക്കെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ബോറടി കാര്യങ്ങൾ വന്നു. ചിലപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇത് ഹിന്ദു പുരാണം അങ്ങനത്തെ സംഭവമല്ലേ ഈ കാന്താരയിലെ കഥ. എനിക്ക് കൂടുതലറിയില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ ഇനിയിപ്പോൾ ബലി കൊടുക്കുന്നത് അങ്ങനെ വല്ല കാര്യങ്ങളാണോ? ഈ പടത്തിന് വേണ്ടി ബലി കൊടുപ്പ് അങ്ങനെ വല്ല സംഭവമാണോ ഈ മരണങ്ങളുടെ പിന്നിൽ? ഒക്കെ ചുരുളഴിയാത്ത ഒരു രഹസ്യമായിരിക്കും. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കും. കാരണം ഈ നൂറ്റാണ്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാവോ അതും പറയാനും പറ്റൂല. എന്തായാലും 3 മരണം, നേരത്തെ മരിച്ചവരാരൊക്കെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിപ്പോൾ ഈ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. പിന്നെ കാന്താര 2 അത് ശരിക്കും പറഞ്ഞ ഒരു അന്യഭാഷ അതിൽ അഭിനയിക്കുന്നുണ്ട്. ഋഷിഭ് ഷെട്ടിയോ അങ്ങനെ കണ്ട ആരാണ്ടല്ലേ കൂടുതൽ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പടം ഞാൻ കണ്ടിട്ടില്ല, സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. പിന്നെ ഞാൻ അന്ന് വെച്ച് നോക്കിയപ്പോൾ, അതായത് ഡൗൺലോഡ് ചെയ്ത് OTT ഒക്കെ ഇറങ്ങിയപ്പോൾ വെറുതെ ഒന്ന് നോക്കിയതാണ്. അപ്പം നോക്കിയപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ തെയ്യവും അതിൻ്റെ ഡയലോഗായാലും എന്തോ നാടകം കളിക്കണ പോലെ ഒരു ഡയലോഗ് ഡെലിവറിയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ പടത്തിനോട് അത്ര വലിയ ഒരു താല്പര്യം തോന്നാത്തത്. ഇനിയിപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഭിപ്രായം പറയട്ടോ. കാരണം ഞാനത് മുഴുവനും കണ്ടിട്ടില്ല. ചെറിയ ഭാഗം കണ്ടപ്പോൾ തന്നെ എനിക്ക് പടം വെറുത്തുപോയി. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ അത് കാന്താര 2 ഇത് തന്നെ ഇപ്പം 3 മരണമായി ഈ സെറ്റിൽ നടക്കാൻ പറഞ്ഞിട്ട്. അതായത് കാന്താര 2ൻ്റെ സെറ്റിൽ 3 മരണമായി നടക്കാൻ പറഞ്ഞിട്ട്. ഇനിയും ഇതേപോലെ മരണങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ദുരോഗതി ഉണ്ടാവും. അതൊക്കെ ഒന്ന് അന്വേഷിച്ചറിയണം എല്ലാവരും. എന്തെങ്കിലും ഇതിന് പറയുന്നുണ്ടെങ്കിൽ അതെന്തായാലും നിയമത്തിന് മുമ്പിൽ വരണം. അത്രേ ഉള്ളൂ.